ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വോട്ട് ചെയ്യാൻ പോവാണ്. UK വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടാണ്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടിന് വേണ്ടിയിട്ട് ഞാനും കൊച്ചും കൂടിയിട്ട് പോവുകയാണ്. ഇവിടുത്തെ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടിപ്പോൾ ഏകദേശം 1 വർഷവും 4 മാസമായി. അപ്പോൾ നമുക്ക് നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റ് പേര് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കടമ്പ. അത് നമ്മൾ എന്തായാലും രേഖപ്പെടുത്തിക്കൊള്ളണം. പേര് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് വീഴ്ച വരുത്താൻ പാടില്ല. അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പേര് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് അക്ഷയയിലോ അങ്ങനെയുള്ള ഓഫീസുകളിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ കയറുക. നമ്മുടെ കൗണ്ടി കൗൺസിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേംബ്രിഡ്ജ് കൗണ്ടി കൗൺസിലാണ് നമ്മുടേത്. അപ്പോൾ അതിൻ്റെ സൈറ്റിൽ കയറുക, നമ്മുടെ വീട്ട് നമ്പർ അടിച്ചു കൊടുക്കുക. നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ഇവിടുത്തെ ലൈസൻസോ അല്ലെങ്കിൽ BRP കാർഡോ അങ്ങനെ ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, നമ്മുടെ നാട്ടിലെ ആധാർ കാർഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്യുമെൻ്റ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അഡ്രസ് പ്രൂഫിനായിട്ട് ഏതെങ്കിലും ഒരു ബില്ല് പ്രൂഫ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിടെ വോട്ട് ചെയ്യാനുള്ള അധികാരം നമുക്ക് കിട്ടും കേട്ടോ. അത് നാട്ടിലായാലും ഇവിടെ ആയാലും നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ. അപ്പം നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകണേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്കൂള്, നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളാണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാണല്ലോ. അതുപോലെ ഇവിടെ ഒരു പള്ളിയുടെ പഴയ പള്ളിയാട്ടോ, പള്ളീനെ ഹോളാക്കി മാറ്റിയേക്കുക അവർ. ആ ഹോളിലാണ് വോട്ട് കിടത്തണ്ടേ. നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊണ്ട് നമ്മൾ ചെന്നാൽ മതി, നാട്ടിലും ആധാർ കാർഡ് കൊണ്ട് ചെന്നാൽ മതിയല്ലോ. അപ്പോൾ ആ രീതികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുകം കൂടി ഉണ്ടെന്ന് കരുതിക്കോ. ബ്രിട്ടനിൽ യൂറോപ്പിൽ വന്ന് നമ്മൾ വോട്ട് ചെയ്യാന്ന് പറയുന്നത് എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. 2023 വന്നതിന് ശേഷം ഇവിടെ 2023 നമ്മൾ വന്നതിന് ശേഷം ഇവിടെ വലിയൊരു ഇലക്ഷൻ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് പഞ്ചായത്ത് ഇലക്ഷനാണ് നടക്കാൻ പോണത്. ഇനി അടുത്ത വർഷം മെയിൻ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. ഏത് നമ്മുടെ ഋഷി സുനക് പ്രധാനമന്ത്രിക്കായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പോളിംഗ് സ്റ്റേഷൻ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയാണ്, ബർണബാസ് ചർച്ച് പോളിംഗ് സ്റ്റേഷൻ. വോട്ട് ചെയ്യാനുള്ള സ്ഥലത്ത് തിരക്ക് കണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. കാരണം ഓരോ സമയത്ത് ഓരോരുത്തർ വന്നങ്ങ് വോട്ട് ചെയ്ത് പോവുകയാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ വോട്ട് ചെയ്യാം. അപ്പം ആലോചിച്ച് നോക്കി. ഇത്ര സൈലന്റ് അല്ലേ, തോരണങ്ങളില്ല. വെൽക്കം ടു പോളിംഗ് സ്റ്റേഷൻ. ഞാനും കൊച്ചും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വോട്ട് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. കയ്യിൽ മാർക്കിങ്ങോ വിരലിൽ ഇതൊന്നും ചെയ്യണില്ല. ജസ്റ്റ് അവരതൊന്ന് ID ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമുക്കൊരു പോളിംഗ് സ്ലിപ്പ് കിട്ടുമല്ലോ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. പോളിംഗ് പേപ്പറിലാണ്, മെഷീൻ അല്ല കേട്ടോ. അപ്പോൾ അത് തന്നെ കൗണ്ടിങ് ആണ് എല്ലാം. ഓരോ സ്ട്രീറ്റ് വൈസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൗൺസിലി വീട്ട് നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഓരോരോ വ്യക്തികളൊക്കെയാണ് തന്നെ പിന്നെയായിട്ടാണ് വന്ന് വോട്ട് ചെയ്ത് പോണത്. കഴിഞ്ഞു. സിമ്പിളാണ്. ഒരു പെട്ടിക്കകത്ത് നമ്മൾ ഒരു പെന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ആ പെണ്ണെടുക്കുക, മാർക്ക് ചെയ്യുക, ക്രോസ് മാർക്ക് ചെയ്യുക. ഏതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാൻ സ്കൂളിൽ ചെയർമാനായിട്ട് മത്സരിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ ഒരു പോളിങ് ഇതിനു മുമ്പ് ചെയ്തു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ടെക്നോളജിയിൽ മുമ്പിലാണ്, പക്ഷേ കള്ളത്തരത്തിലും മുമ്പിലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഈ ഒരു ബാലറ്റ് സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ റിസൾട്ടുകളൊക്കെ പിന്നെയും മാറി മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും ആദ്യത്തെ വോട്ട് ചെയ്തു, കന്നി വോട്ട്. താങ്ക് യു.